ഞാൻ അങ്ങനെയല്ല നിങ്ങളെ കണ്ടേക്കണത്. എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ സാഹചര്യം എൻ്റെ സാഹചര്യമൊക്കെ വെച്ച് ഒരുപാട് ലിങ്ക് ആവുന്നുണ്ട്. പക്ഷെ ശരിക്കും സ്റ്റോറി ഇന്നലെ കേട്ടപ്പോൾ ഞാൻ പറയട്ടെ ഉണ്ണിയെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ചതി കൊണ്ടിട്ട് വിഷമിച്ചിട്ടുള്ളൂ. ചതി അത് ഒരാണിനെ ഒരു പെണ്ണിൻ്റെ രീതിയിൽ വന്നപ്പോഴും ഇങ്ങനെ ഉണ്ടോ പെണ്ണുങ്ങൾ എന്ന് ഞാൻ ഇന്നലെ ഒരുപാട് ചിന്തിച്ചു. പക്ഷേ പെണ്ണെന്നുള്ള ശരിക്കും ഒരു സ്നേഹിച്ച് തന്നെയാണ്, വെറുത്തതാണ്. പക്ഷെ ആണുങ്ങൾ അങ്ങനെയല്ല. ഇവർ മനസ്സിൻ്റെ ഉള്ളിൽ കരയും, പുറത്ത് വൈരാഗ്യം ഉണ്ടാവും. ഇവർ ചിലപ്പോൾ പക വീട്ടും. പെണ്ണുങ്ങൾ അങ്ങനെയല്ല, അപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ്. പകരം വീട്ടിൽ കുറവായിരിക്കും. പെണ്ണുങ്ങളിലെ പല വർഗ്ഗക്കാരുണ്ട്. ചിലവർ അവർ നശിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് അവരുടെ കൂടെ നിന്ന് ചിരിക്കും. ചില പെണ്ണുങ്ങൾ ടൈപ്പ്. ചില പെണ്ണുങ്ങൾ തെറി പറഞ്ഞ് അപ്പം തന്നെ നാറ്റിക്കും. അവരെന്നെ പോലെയായിരിക്കും, പൊട്ടികളാണ്. അപ്പം തന്നെ നാറ്റിക്കും, അപ്പം തന്നെ. അതായത് ദോശ പോലെയാണ്, ചുടുമ്പോഴുള്ള ചൂടുള്ളൂ, അത് തിന്നാറാകുമ്പോൾ ആറൂലേ, അത്രേ ഉള്ളൂ. അതാണ് ഞാനൊരു ദോശക്കല്ലിലെ എത്ര ഉള്ളൂ, അത് ഗ്യാസ് ഓഫാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ചൂടാറും കല്ലിൻ്റെ. അതാണ് ഞാൻ. പക്ഷെ മറ്റേ പലരും അങ്ങനെയല്ല. ആനേൻ്റെ ബുദ്ധിയാണ്. അവരെന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഓർത്ത് വെക്കും. അവർക്കൊരു തകർച്ച വരുമ്പോഴത്തേക്കും കൈകൊട്ടി ചിരിക്കും. എന്നിട്ട് ആ സമയത്ത് അവരുടെ മുമ്പിൽ പോയിട്ട് കുത്തി അവരെ വേദനിപ്പിക്കും. അങ്ങനെ ആവരുത്. നമ്മളപ്പം പറയാനുള്ള അപ്പം പറഞ്ഞ് ഒഴിവാക്കിക്കൊള്ളാം. പിന്നെ അവർ തകർച്ചയിലായിരിക്കുമ്പോൾ നമ്മൾ അവർക്ക് കൂട്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ നിൽക്കുക. പക്ഷേ നമ്മളെ പകുതി വഴിക്ക് നമ്മുടെ സിറ്റുവേഷനും നമ്മൾ ഒറ്റക്കാണ്, നമ്മൾ ലൈഫ് ഇങ്ങനെയൊക്കെ ആയിപ്പോയിട്ട് നമ്മളെല്ലാം അറിഞ്ഞിട്ടിട്ട് പോയവൻ പിന്നെയും അവൻ്റേതായ സൗകര്യങ്ങളില്ലാതാകുമ്പോൾ പിന്നെ തേടി പിടിച്ച് വരുമ്പോൾ നമ്മൾ നിന്നു കൊടുക്കരുത്. അവൻ പിന്നെ വേറെ ഉദ്ദേശത്തിലല്ല, അവൻ പിന്നെയും പിടിച്ചു കയറാൻ തന്നെയാണ്. മനസ്സിലായോ? പക്ഷേ ഞാൻ ഉള്ളിൽ കരയുന്നുണ്ട്. എനിക്ക് മനസ്സിലായി. ഇന്നലെയൊക്കെ സംസാരിക്കുമ്പോൾ ഉണ്ണിയുടെ മനസ്സ് ഒരുപാട് വിഷമമുണ്ട്. ഞാൻ ഇന്നലെ ഒരു വാക്ക് പറഞ്ഞപ്പോൾ തന്നെ ഉണ്ണിക്ക് താങ്ങാൻ പറ്റിയില്ല. പാടില്ലാത്ത ഉണ്ണി റൂം വിട്ട് പുറത്തേക്ക് ചാടി, പുറത്തേക്ക് ഇറങ്ങി. എല്ലായിടത്തും കടന്നിരുന്ന ഉണ്ണിക്ക് ഞാൻ ടെൻഷൻ തന്നു. ഞാൻ അങ്ങനെയാണ്. ഞാൻ ഉണ്ണിനോട് പറഞ്ഞേ, ഞാൻ ഉണ്ണിനോടൊരു കാര്യം പറയാം. എൻ്റെ കാര്യമല്ലേ, അപ്പോൾ എനിക്ക് പറയാൻ നാണക്കേടൊന്നുമില്ല. ഉണ്ണിനോട് ഞാൻ പറഞ്ഞു, ഞാൻ ലൈവിൽ വരാൻ പോണേണ്, ഉണ്ണി വരുമോ ഉണ്ണിയെ ലൈവിൽ എന്ന് വെച്ച്. അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറയും. അപ്പോൾ അവൻ പറഞ്ഞു ഗസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ എന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒരു ഒരു വേശ്യ സ്ത്രീ ആയ കാരണമാണോ എൻ്റെ ഗസ്റ്റിൽ കയറിയിരിക്കാൻ എനിക്കും നാണക്കേടാണോ എന്ന് ചോദിച്ചു. അത് ഉണ്ണിക്ക് വല്ലാത്തൊരു ഫീൽ തോന്നി. അവൻ എന്നോട് പറഞ്ഞു നീ വേശ്യയാണെന്ന് ആരാ പറഞ്ഞത്, നീ ചീത്തപ്പെണ്ണാന്ന് ആരാ പറഞ്ഞത്, ഞാൻ നിന്നെ അങ്ങനെ കണ്ടിട്ടും കൂടിയില്ല. നിന്നെ മനസ്സിലാക്കുന്നവർക്ക് അറിയാം നീ വേശ്യയാണോ അല്ലയോ. ഒരുപാട് ആണുങ്ങളുണ്ട്, അതായത് ഒരുപാട് ആണുങ്ങൾ നിന്നെ തേടിയാണ് വരുന്നത്. നീ ഒരു പെണ്ണാണ്, ലൈവിൽ ഭയങ്കര ബോൾഡായിട്ട് നിൽക്കുന്ന ഒരു പെണ്ണ് ഒരു ആണിനെ തേടി പിടിച്ച് പോകുന്നില്ല. ഞാൻ പോകാത്തൊരു വ്യക്തിയാണ്, എന്നെ തേടി വരും. കാര്യം ഞാൻ വെറുതെ ഇരുന്ന് ലൈവിലിരുന്ന് സംസാരിച്ചാലും എന്നെ തേടിയാണ് ആണുങ്ങൾ വരുന്നത്. എൻ്റെ ഒരു നേരമെങ്കിലും ഒരു നേരം മണിക്കൂറാണെങ്കിലും ശരീരത്തിന് വേണ്ടിയുള്ള അവരെ ഒരുപാട് ഇങ്ങനെ, അതായത് ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസുകളും എൻ്റെ ശരീരത്തിലെ പല പല അവയവങ്ങളും ഇവർ നോട്ട് ചെയ്ത് വെക്കും. വീഡിയോയുടെ എക്സ്പ്രഷൻ അല്ല ഇവർ നോക്കണത്. അപ്പോൾ എനിക്ക് ആ വീഡിയോ എത്രമാത്രം ക്ലിയറേഷനായിട്ടും എത്രമാത്രം ഗുഡായിട്ട് ചെയ്യണമെന്ന് തോന്നി അത് ഞാൻ ചെയ്യും. അതിന് എത്രമാത്രമൊക്കെ എക്സ്പ്ലോറായിട്ട് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതും ഞാൻ ചെയ്യും. കാര്യം അത് ജസ്റ്റ് ആക്ടിങ് ആണ്. ആക്ടിങ് ആയിട്ട് കാണാൻ അറിയാവുന്നവനാണ് ഇത്തിരി സെൻസ് ഉള്ളവർ, അല്ലാത്ത കോമൺ സെൻസ് ഇല്ലാത്തവൻ. അപ്പോൾ സിൽക്ക് സിമിതൻ എന്ത് പറയണം, അത് അവരുടെ ജോലിയല്ലേ. മമ്മൂട്ടി ചന്ദനം ഇട്ടിട്ട് അവന് അത് അവരുടെ ജോലിയല്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ